സുഹൃത്തുക്കളെ, യൂണിവേഴ്സ് ലൈറ്റിന്റെ മറ്റൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വിച്ച് വേർഡുകൾ സംസാരിക്കുന്നത് പ്രണയത്തെയും ആകർഷണത്തെയും പറ്റിയാണ്. രണ്ട് വിധത്തിൽ ഉള്ള സ്വിച്ച് വേർഡുകൾ ഇന്ന് പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ സ്വിച്ച് വേർഡ് പ്രണയം നഷ്ടമായ ഒരാൾക്ക് ആത്മാർത്ഥമായ മറ്റൊരു പ്രണയം കണ്ട് എത്തുന്നതിനുള്ള ശക്തി ലഭിക്കുന്ന സ്വിച്ച് വേർഡാണ്. രണ്ടാമത്തെ സ്വിച്ച് വേർഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയവും ആകർഷണവും ലഭിക്കുന്ന സ്വിച്ച് വേർഡാണ്. ശരിയായി ഈ സ്വിച്ച് വേർഡുകൾ ദിവസം 58 തവണ 21 ദിവസം ജപിക്കുന്ന വ്യക്തിക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ ഉള്ള ആകർഷണീയത കൂടുകയും ആഗ്രഹിച്ച സ്നേഹബന്ധങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ചാനലിൽ പ്രണയം, ആകർഷണം എന്നിവയെക്കുറിച്ചുള്ള മന്ത്രജപം ആയാലും സ്വിച്ച് വേർഡുകൾ ആയാലും സ്ത്രീ പുരുഷ പരസ്പര ആകർഷണത്തിന്റെ ദൃശ്യങ്ങൾ ചില വീഡിയോസിൽ കണ്ടേക്കാം. ആയതുകൊണ്ട് പ്രണയം, ആകർഷണം എന്നീ വിഷയങ്ങൾ നിലവിൽ ജീവിതത്തിൽ ആവശ്യമുള്ളവർ ഈ വിഷയങ്ങളെ പറ്റിയുള്ള വീഡിയോസ് കാണുക. ധനപരമായ മന്ത്രങ്ങൾ, സ്വിച്ച് വേർഡുകൾ, സമൃദ്ധിക്ക് വേണ്ടിയുള്ള സ്വിച്ച് വേർഡുകൾ, മന്ത്രങ്ങൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നവർ അങ്ങനെയുള്ള വിഷയങ്ങൾ ഈ ചാനലിൽ നിന്ന് തിരഞ്ഞു എടുക്കുക. സ്വിച്ച് വേർഡുകളെ പറ്റി പറയുന്ന ചാനൽ ആയതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ശക്തിയാർന്ന മന്ത്രങ്ങളും സ്വിച്ച് വേർഡുകളും എല്ലാ വിഷയത്തെക്കുറിച്ചും ഞങ്ങൾക്ക് പറയേണ്ടതായി വരാം. ഇന്നത്തെ വിഷയം പ്രണയമാണ്. നമ്മൾക്കിഷ്ടപ്പെട്ട ഒരാളിനോട് പ്രണയം എന്ന പേരിലോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിലുള്ള ആകർഷണവും ചിലർക്ക് ചിലരോട് തോന്നാം. പക്ഷേ യഥാർത്ഥ പ്രണയം ജീവിതത്തിൽ നമ്മോട് ഒപ്പം ഉണ്ടാകുന്ന ഒരു പ്രകാശം ആണ്, നമ്മുടെ വഴികാട്ടിയും പ്രിയപ്പെട്ടവനും പ്രിയമുള്ള കൂട്ടുകാരനുമാണ്. അത് ഒരു നല്ല മനസ്സാണ്. ജീവിതത്തിന്റെ ഏതു അവസ്ഥയിലും നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും ഊർജ്ജമാണ് യഥാർത്ഥ പ്രണയം. അങ്ങനെ നമ്മെ പ്രണയിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടായാൽ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങളാണ്. പ്രണയം എന്ന വികാരത്തിന്റെ മധുരം ഇതുപോലെ അറിയുന്നവർ കമന്റ് ചെയ്യുവാൻ മറക്കരുത്. പ്രണയത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷന്റെ ഇടയിൽ രൂപപ്പെടുന്ന അതീവ ശക്തിയേറിയ പരസ്പര ബന്ധമാണ് പ്രണയം എന്ന് പറയാം. പ്രണയ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ആരോഗ്യകരമായ സന്തോഷം, സഹായം എന്നിവ വർദ്ധിപ്പിക്കുവാൻ ഈ വികാരം സഹായിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയോടുള്ള ശക്തമായ വാത്സല്യവും ആഗ്രഹവുമാണ് പ്രണയം. അതിൽ അടുപ്പം, അഭിനിവേശം, പ്രതിബദ്ധത എന്നിവ ആഴത്തിലുള്ള വൈകാരിക ബന്ധവും വാത്സല്യവും ഉൾപ്പെടുന്നു. എന്നുകരുതി ലൈംഗികതയിൽ ഉള്ള താൽപര്യം അല്ല പ്രണയം. പ്രണയത്തിലുള്ള ഒരു വികാരം മാത്രം ആണ് ഇത്. ലൈംഗിക ജീവിതം വൈകാരിക അടുപ്പത്തിന് സംഭാവന നൽകുന്നു, ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു, ശാരീരികമായും മാനസികമായും മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കുന്നു. ലൈംഗിക പ്രവർത്തനങ്ങൾ ഒരു തരം ശാരീരിക അടുപ്പമാണ്. ഇത് വൈകാരിക ബന്ധത്തിന്റെയും അടുപ്പത്തിന്റെയും വികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിഡോസിൻ എന്ന ഹോർമോൺ പുറത്തുവിടുന്നു. അതിനാൽ ലൈംഗിക പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കുകയും അടുപ്പം, വൈകാരിക ക്ഷേമം, ബന്ധസംതൃപ്തി എന്നിവയുടെ വികാരങ്ങൾ വളർത്തുകയും ചെയ്യും. ലൈംഗിക അടുപ്പം പല ബന്ധങ്ങളുടെയും ഒരു പ്രധാന വശമാണെങ്കിലും ആരോഗ്യകരമായ ഒരു കുടുംബ ജീവിതത്തിന് അത് അന്തർലീനമായി അത്യാവശ്യമല്ല. അതിന്റെ അഭാവം ഒരു ബന്ധം നശിച്ചു എന്നല്ല അർത്ഥമാക്കുന്നത്. കാരണം ജീവിതത്തിന്റെ പല പ്രോബ്ലംസ് നേരിടുമ്പോഴും ലൈംഗിക അടുപ്പം ഇല്ലാതെ സത്യമായി പ്രണയിക്കുന്ന മനുഷ്യർ ഈ മഹാപ്രപഞ്ചത്തിൽ ധാരാളം. പക്ഷേ ഇരുവരും പരസ്പരം തമ്മിൽ മനസ്സിലാക്കി, ഒരാൾ മറ്റൊരാളുടെ അവസ്ഥ മനസ്സിലാക്കി പ്രണയം എന്ന സത്യത്തിൽ വിശ്വസിച്ചാൽ മാത്രം ആണ് ലൈംഗികത എന്ന വിഷയം ഇല്ലാതെ സ്നേഹിക്കുവാൻ കഴിയുക. എന്തായാലും പ്രണയത്തിന് വേണ്ടി, ആകർഷണത്തിന് വേണ്ടി ദിവസം 58 തവണ വിശ്വാസത്തോട്, സമാധാനത്തോട്, സന്തോഷത്തോട് ഈ സ്വിച്ച് വേർഡുകളിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നേടിയെടുക്കുക. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ചാനൽ പ്രയോജനകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ആയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഞങ്ങളെ കോൺടാക്ട് ചെയ്യുവാൻ കഴിയുന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോസിൽ നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുക, ജപിക്കുക, നേടുക.